Hey guys, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ ഒരു എഗ് വെച്ചിട്ടുള്ള ഫേഷ്യൽ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഫേഷ്യൽ ആയില്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വിചാരിച്ചു എന്താ പറയുക ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് നമ്മൾ ഒത്തിരി ഫേഷ്യൽസ് ചെയ്തു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വേറെ എന്ത് വെച്ച് ഫേഷ്യൽ ചെയ്യാൻ പറ്റുമെന്ന്. എഗ് വെച്ചിട്ട് നമ്മൾ ഹെയർ മാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ വിചാരിച്ചു എഗ് വെച്ചിട്ടൊരു ഫേഷ്യൽ. പക്ഷെ എല്ലാ സ്റ്റെപ്പിലും നമ്മൾ എഗ് യൂസ് ചെയ്യുന്നില്ല. എന്നാൽ പോലും ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് എഗ് ആണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്തത് നോക്കാം. സോ ഗൈസ്, ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ക്ലെൻസിങ് ചെയ്യുമ്പോൾ യൂഷ്വലി എല്ലാ ഫേഷ്യൽസിനും പാല് വെച്ചിട്ടായിരിക്കും, ലൈക് നാച്ചുറൽ ആയിട്ടുള്ള ഫേഷ്യൽസിനൊക്കെ ഞാൻ ഇവിടെ പാല് വെച്ചിട്ടായിരിക്കും ഫേസ് ക്ലെൻസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഇന്ന് നമ്മൾ പാലെടുക്കുന്നില്ല. ഇന്ന് നമ്മൾ വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ കുറച്ച് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് വെള്ളം കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ടവലില് ഒന്ന് ഡിപ്പ് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ട് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചോ ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ മാക്സിമം ഈ ഒരു ഫേസ് വാഷ് നാച്ചുറൽ ആയിട്ട് ലൈക് ഫേഷ്യൽ നാച്ചുറൽ ആക്കാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാത്തത്. ഇല്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്കൊക്കെ ഉപയോഗിക്കാം. യൂഷ്വലി ഞാൻ പാലാണ് ഉപയോഗിക്കാറ്. നമ്മൾ സാധാരണ മിൽക്കാണ് യൂസ് ചെയ്യാറ്. അപ്പൊ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വെള്ളം ഒരു ക്ലെൻസിങ് ലൈക്ക് അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ല, ലൈക്ക് ചുമ്മാ ചെയ്യാന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ക്രബിംഗ് ആണ്. സോ ഗൈസ്, സ്റ്റെപ്പ് 2 ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ക്രബിംഗ് ആണ്. യൂഷ്വലി നമ്മൾ 5-6 സ്റ്റെപ്സ് ഒക്കെ ചെയ്യുമെങ്കിലും ഇതിന് ഒരുപാട് സ്റ്റെപ്സ് ഒന്നും ഇല്ല. ഈ ഒരു ഫേഷ്യലിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്ക്രബിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പപ്പായ, നല്ല പഴുത്തൊരു പപ്പായ എടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പൊ പപ്പായയുടെ ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചെടുത്താൽ ഞാൻ ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇതെല്ലാം എടുത്തത്. പക്ഷെ അതിൽ നിന്നും വളരെ കുറച്ച്, നമുക്കറിയാലോ നമ്മുടെ ഫേസിൽ എത്രത്തോളം വേണമെന്ന്. അപ്പൊ ഈ പപ്പായ വെച്ചിട്ട് ഇതിങ്ങനെ എടുക്കുക. പപ്പായയുടെ മുകളിലേക്ക് നമ്മൾ നാരങ്ങയല്ലല്ലോ, തക്കാളി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തേ അതുപോലെ പപ്പായ വെച്ചിട്ട് അരിപ്പൊടിയും പഞ്ചസാരയും കൂടി ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫേസിൽ നിങ്ങളുടെ മേജറായിട്ട് നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യേണ്ട ഏരിയ അല്ലെങ്കിൽ ഫേസ് കംപ്ലീറ്റ് നെക്കിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുക. ഞാൻ കൂടുതൽ നോസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഞാൻ നോസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ എഗ് വെച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ കുറച്ച് നോക്കിയായിരുന്നു. പക്ഷെ എനിക്കറിയില്ല അത്രയും എന്താ പറയാ കംപ്ലീറ്റ് എല്ലാ സ്റ്റെപ്പിലും എഗ് ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ കുറച്ച് അതിനെപ്പറ്റി റിസർച്ച് ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അതിനേക്കാൾ നല്ലത് റിസൾട്ട് മിക്കവാറും ഇങ്ങനെ ആയിരിക്കും, എഗ് നമുക്ക് വേറൊരു സ്റ്റെപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അപ്പൊ അങ്ങനെ നമ്മുടെ സ്ക്രബിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 3-4 മിനിറ്റ്സ്, അല്ലെങ്കിൽ അല്ല 3-4 മിനിറ്റ്സ് ഒന്നും ചെയ്യണ്ട കേട്ടോ, ഒരു 2-3 മിനിറ്റ്സ് നമ്മൾക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതൊന്ന് നന്നായി സ്ക്രബ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, ഞാനൊരു 2 മിനിറ്റ്സ് ഒക്കെ ഫേസും നെക്കും ഒക്കെ സ്ക്രബ് ചെയ്ത ശേഷം ഇങ്ങനെയാണ് എന്റെ ഫേസ് ഉള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഇവിടെ ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ടോ പോകുന്നത്. പപ്പായ ഇപ്പൊ ഫേസിലിട്ടാലും വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക്. എന്താ പറയുക, പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ ഉണ്ട്, നമുക്ക് പുറത്തു പോയി ഒന്നും ഫേഷ്യൽ ചെയ്യാൻ പറ്റിയില്ല, വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ പപ്പായ വെച്ചിട്ട് എന്തെങ്കിലും ആണ് ഞങ്ങളിവിടെ ചെയ്യാറ്. അത് നല്ല റിസൾട്ട് എപ്പോഴും തന്നിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ എഗ് ഫേഷ്യല് എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റുന്നതാണ്. യൂഷ്വലി എഗ് വെച്ചിട്ട് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓയിൽ അധികം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിൻ ആണെങ്കിൽ, അതായത് ഓയിലി ടൈപ്പ് സ്കിൻ ആണെങ്കിൽ അവർക്കാണ് കൂടുതൽ അത് ഉപകാരപ്പെടുക. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലൈക്ക് ഈ ഫേഷ്യൽ എന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈ ആയിക്കോട്ടെ, കോമ്പിനേഷൻ ആയിക്കോട്ടെ, സെൻസിറ്റീവ്, എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ലൈക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഇപ്പൊ നാരങ്ങ നീരൊക്കെ ഒരുപാട് ലൈക്ക് ഡ്രൈ സ്കിന്നിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ തൈരോ അങ്ങനെ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള എല്ലാ സ്കിൻ ടൈപ്പിനും പോകാൻ പറ്റുന്നൊരു ലൈക്ക് ഫേഷ്യൽ ആട്ടോ ഇത്. ഇപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പാണ് ഫേസ് മാസ്ക്.
സോ ഗൈസ്, ഈ തേർഡ് സ്റ്റെപ്പ് അത് മാത്രമല്ല ഇതിന്റെ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫേസ് മാസ്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി നമ്മൾ സ്റ്റീമിങ്ങും അങ്ങനെയൊക്കെ ചെയ്യും. ഇത് അത്ര വിശാലമായിട്ടുള്ള ഒരു ഫേഷ്യൽ അല്ല, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. അതുകൊണ്ട് തന്നെ വേഗം കഴിയും. 3 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ലൈക്ക് ഫേസ് മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു എഗ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അത് പൊട്ടിച്ചിടാം കേട്ടോ. ഒരു ഫുൾ എഗ് യോക്കും എല്ലാം നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, വൈറ്റ് മാത്രമല്ല. ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് ആലോവേര ജെല്ല്. അപ്പൊ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിവിടെ നമ്മൾ നാച്ചുറലി നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയത് എടുക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ബീറ്റൊക്കെ ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഏകദേശം എത്തിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൈയോ ബ്രഷോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആണ്. ശരിക്കും ഒരു 3-4 പേർക്ക് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ആലോവേര ജെല്ലും ഒരു ഫുൾ എഗ്ഗും നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഫേസിൽ എഗ്ഗ് ഉപയോഗിക്കാൻ പോണത്. ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എഗ്ഗ് വെച്ചിട്ട് ഫേസിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഞാൻ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളെയും അത് കാണിച്ചു തരാന്ന്. അപ്പൊ അങ്ങനെ ഫേസിലും നെക്കിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ടൊരു 20 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഡ്രൈ ആയിട്ട്, അറിയാലോ എഗ്ഗ് ഇങ്ങനെ ഒരു കോട്ടിങ് പോലെ വരില്ലേ, അപ്പൊ ആ ഒരു അവസ്ഥയിലെത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചൂടുവെള്ളം കൊണ്ടൊന്ന് വാഷ് ചെയ്തിട്ടാ എഗ്ഗ് കുക്കായിട്ട് വരും. നമുക്കല്ലാതെ ജസ്റ്റ് ഒരു തുണി കൊണ്ട് തുടച്ച് കളയണമെങ്കിലും ബെറ്റർ, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ കൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിലുള്ള എന്താ പറയുക, സ്കിന്നിനെ കുറച്ച് ഇപ്പം ഞാൻ പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം സാഗി ആയിട്ടുള്ള സ്കിൻ ഇത് ഉപയോഗിച്ചത് കൊണ്ട് പെട്ടെന്ന് ടൈറ്റൻ ആവും, അങ്ങനെയല്ല. ഗ്രാജുവലി നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ആക്കാൻ ഇത് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സാധനം കൊണ്ട് മാത്രം നമ്മളുടെ സ്കിന്നും ഫേസും ഒന്നും കംപ്ലീറ്റ്ലി നന്നാവില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഫേസ് ഒക്കെ നന്നാവുള്ളൂ. എന്തായാലും നമ്മുടെ സ്കിന്നിനെ കുറച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ സംഭവം എന്തായാലും ഹെൽപ്പ് ചെയ്യും, ലൈക്ക് എഗ്ഗ്. അപ്പൊ എഗ്ഗും ആലോവേര ജെൽ എന്ന് പറയുമ്പോൾ കുറച്ച് മോയ്സ്ചറൈസ്ഡ് ആക്കും നമ്മുടെ സ്കിന്നിനെ. എഗ്ഗ് ടൈറ്റൻ ആകുമ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ആലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വളരെ സൂപ്പർ ഓയിലി ആണ് നിങ്ങളുടെ സ്കിന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീരിടാം. അതും വളരെ കുറച്ച് മാത്രം ഇടാൻ പാടുള്ളൂ, ഒരുപാടൊന്നും തരുത്. അപ്പൊ ഞാനൊരു 2-3 ലെയർ എന്തായാലും എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, ഒരു 20 മിനിറ്റ്സ് ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ ഞാൻ വെച്ചു. അപ്പൊ ഇതെന്ന് വെച്ചാൽ സ്കിന്നിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. സ്കിൻ കുറച്ച് ഫേം ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇരിക്കുന്നോണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഞാനിത് വേഗം പോയിട്ട് വാഷ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, ഞാൻ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എനിക്ക് പെട്ടെന്നുള്ളൊരു റിസൾട്ട് പറയാനാണെങ്കിൽ എന്താ പറയാ, സ്കിൻ ക്ലീൻ ആയ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒന്ന് സോഫ്റ്റ് ആയ പോലെ തോന്നിയിട്ടുണ്ട്. അതല്ലാതെ ഭയങ്കര ടൈറ്റ് ആയ പോലെയോ ഫേം ആയ പോലെ അങ്ങനെയൊന്നുമില്ല. ആ എഗ്ഗ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുമല്ലോ, അതാ എഗ്ഗ് വെച്ചേക്കുന്നോണ്ടാണ് അങ്ങനെ തോന്നിയത്. അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇനി ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ആലോവേര ജെല്ല് ഉണ്ടായിരുന്നു, എന്നാൽ കൂടെ എന്താ പറയാ കുറച്ച് ഡ്രൈ ആക്കും നമ്മുടെ സ്കിന്നിനെ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ കുറച്ച് മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ വാസ്ലിന്റെ ഗ്ലൂട്ട ഹയ ആണ് അപ്ലൈ ചെയ്തത്. അപ്പൊ ഞാൻ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാണ്. കാരണം ഞാൻ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഫേസിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ഫേഷ്യൽ. ഇതിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഇതിന്റെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എഗ്ഗ് വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യുക നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. എന്താ പറയാ, ഗ്രാജുവലി ഇത് സ്കിന്നിനെ ഫേം ആക്കും എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സ്കിന്നൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ അത്ര ലൈക്ക് ഒരുപാട് റിസൾട്ട് തരുന്നുണ്ടോന്ന്. പക്ഷെ ഈ പപ്പായ ആണെങ്കിലും അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോ എനിക്ക് മനസ്സിലായത് നമ്മുടെ സ്കിന്നിനെ കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ചുമ്മാ എഗ്ഗ് വെച്ചിട്ടൊരു വെറൈറ്റി പോലെ എന്തെങ്കിലും ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക.
പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ കുക്കിങ്ങും സ്കിൻ കെയറും അങ്ങനെ പല പല ഫേഷ്യൽസും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.